യോഗിയെ കണ്ടുപിടിക്കുക. കഴിഞ്ഞ 10 വർഷം മോദി പിന്നിൽ എന്നൊരു വാക്ക് എഴുതി കാണിക്കാൻ ടെലിവിഷൻ ചാനലുകൾ കഴിയുമായിരുന്നോ? ഇന്ന് ഇത് കഴിഞ്ഞിരിക്കുന്നു. മോദി പിന്നിൽ എന്ന് ആദ്യമായി 10 വർഷത്തിനിടയിൽ 244 ഒരൊറ്റ സീറ്റിന്റെ വ്യത്യാസമില്ലാതെ ഒരാൾക്കും തൊടാൻ കഴിയാത്ത മാജിക് നമ്പറിലേക്ക് ആദ്യമാരായിരിക്കും സഞ്ചരിക്കുക. അതേസിനെ കൂട്ടിയാൽ പോലും ഇപ്പോൾ ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒന്ന്. മഹാരാഷ്ട്രയിൽ 14 സീറ്റിലാണ് ഇന്ത്യ മുന്നിട്ട് നിൽക്കെങ്കിൽ 10 സീറ്റിൽ ഇന്ത്യ സഖ്യമുണ്ട്. അവിടെ നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കുന്നു. അതുപോലെ മധ്യപ്രദേശിലാണ് BJPയുടെ മുന്നേറ്റം. അവിടെ 25-ൽ നിലനിൽക്കുന്ന ഉത്തർപ്രദേശ് എന്തിന് മോദിയോട് ഈ കൊലച്ചതി ചെയ്തു? 37 ഉത്തർപ്രദേശിൽ എന്തിന് നരേന്ദ്രമോദിയോട് ഈ കൊലച്ചതി? യോഗി ആദിത്യനാഥ് എന്തിനാണ് ഈ കൊലച്ചതി നരേന്ദ്രമോദിയോട് ചെയ്യുന്നത്? നരേന്ദ്രമോദി വാരാണസിയിൽ പിന്നിൽ ദേശീയ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ടോ എന്നറിയില്ല. മോദി പിന്നിലാണ്. നരേന്ദ്രമോദി ആദ്യത്തെ 10 വർഷത്തെ രാഷ്ട്രീയ യാത്രക്കൊടുവിൽ ഇതാ പിന്നിലെന്ന് എഴുതി കാണിക്കേണ്ടി വരുന്നു. അജയ് റായ് മുന്നിൽ എന്ന് മാത്രമായിരിക്കാം ഒരുപക്ഷെ നാഷണൽ TVയിലൊക്കെ ഉണ്ടാവുക. എന്തായാലും 244 എന്നതാണ് സ്ഥിതി. അതേസമയം 244 എന്ന് പറയുന്ന NDAയുടെ ചാരിയിൽ ഒന്ന് തൃശ്ശൂരാണ്. സുരേഷ് ഗോപി അവിടെ വിജയത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്ന് ന്യായമായും വിചാരിക്കണം. 4113 വോട്ടിന്റെ ലീഡുമായി സുരേഷ് ഗോപി പോകുന്ന നിമിഷം NDA 244, ഇന്ത്യ മുന്നണി 244. ആരെടുക്കും ഈ കപ്പ് എന്നതാണ്. ആരായിരിക്കും ആദ്യം വിജയത്തിലേക്ക് സഞ്ചരിക്കുക എന്നതാണ്. വാരാണസിയിൽ മോദി പിന്നിൽ. ഇനിയിപ്പം മോദി മുന്നിൽ പോയാൽ പോലും മോദിയെ പിന്നിലാക്കാൻ ഒരു VIP കാൻഡിഡേറ്റ് എന്ന് വിളിക്കാൻ കഴിയുന്ന ആളല്ല അജയ് റായ്. അവിടെ എന്തുകൊണ്ട് പോയി മത്സരിച്ചില്ല പ്രിയങ്ക ഗാന്ധി എന്ന് വിമർശകർ ചോദിച്ചു. പ്രിയങ്ക വേണ്ടി വന്നില്ല മോദിയെ വാരാണസിയിൽ പിന്നിലാക്കാൻ. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ എന്താണ്? ഈ സർക്കാർ കൊണ്ടുവന്നു എന്ന് പറയുന്ന പദ്ധതികൾ, ഈ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ച വിഭജനാശയങ്ങൾക്ക് മേലെ കൂടി ജനാധിപത്യത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, ഭരണഘടനാ മൂല്യങ്ങളുടെ ഒരു ഒപ്പ് പതിക്കുകയാണോ ഇന്ത്യ മുന്നണി? വീണ്ടും മുന്നിൽ 245 സീറ്റിൽ 2 സീറ്റിന്റെ വ്യത്യാസത്തിൽ ഇന്ത്യ മുന്നണി NDAയെ മറികടന്നിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 2 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു, 2014-ലും 2019-ലും. ഇതാ ഇന്ത്യ മുന്നണി ചരിത്രം കുറിക്കുകയാണോ? NDAയെ മറികടന്നിരിക്കുന്നു സീറ്റ് നിലയിൽ. അതിലേറ്റവും എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.